നെഗറ്റിവിറ്റിക്ക് അധികം ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് താനെന്ന് ടെലിവിഷൻ വാർത്താ അവതാരക സുജയ പാർവതി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണോ മുൻപിലുള്ളത് അതിനെ പോസിറ്റീവായി കണ്ട് അതിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ആളാണ് താനെന്നും സുജയ പറയുന്നുണ്ട്. നിലപാടുകൾ കൊണ്ടും വാർത്താ അവതരണ ശൈലി കൊണ്ടും വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന സുജയ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ അവതാരകയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെയും കരിയർ ഗ്രാഫിനെയും കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. ചങ്ങനാശ്ശേരിയിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ സുജയയുടെ തുടക്കം ദൂരദർശനിലൂടെയായിരുന്നു. താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനെ സഹായിച്ചത് ദൂരദർശനും വീട്ടുവിശേഷം എന്ന ഷോയുമായിരുന്നുവെന്നാണ് സുജയ പറയാറുള്ളത്. 16 വർഷത്തിലേറെയായി ദൃശ്യമാധ്യമ രംഗത്ത് താൻ ഉണ്ടെന്നാണ് സുജയ പറയുന്നത്. കൈരളി ടിവിയിലും ജീവൻ ടിവിയിലും റിപ്പോർട്ടറിന്റെ തുടക്കകാലത്തും ഏഷ്യാനെറ്റിലും 24 ന്യൂസിലും തുടങ്ങിയ തന്റെ കരിയർ ഇന്ന് വീണ്ടും റിപ്പോർട്ടറിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ റിപ്പോർട്ടറിൽ നിന്നും ഇറങ്ങിയ സുജയ ഇപ്പോൾ ബിഗ് ടിവിയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും അച്ഛനുള്ളതാണെന്ന് സുജയ പറയുന്നു. 5-ാം വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ എന്നെ വളർത്തിയത് അച്ഛനാണ്. ഇന്ന് അച്ഛനുമില്ല, അദ്ദേഹവും മരണപ്പെട്ടു. അമ്മ മരിക്കുമ്പോൾ അച്ഛൻ ചെറുപ്പമായിരുന്നു. അച്ഛന് വീണ്ടും ഒരു വിവാഹമാകാമായിരുന്നു. എന്നാൽ ആ ജീവിതം മുഴുവൻ തനിക്കായി അച്ഛൻ മാറ്റിവെച്ചു. തന്നെ വളർത്തുക, നല്ല നിലയിൽ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹം തനിക്ക് ഒരു പരിധിവരെ നിറവേറ്റാൻ കഴിഞ്ഞുവെന്നാണ് വിശ്വാസം. ഭോപ്പാലിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. എന്നാൽ അമ്മയുമായുള്ള വിവാഹശേഷം അങ്ങോട്ടേക്ക് അദ്ദേഹം പോയില്ല. പിന്നെ കൃഷിയുമൊക്കെയായിരുന്നു. അച്ഛൻ നല്ല രീതിയിൽ എനിക്കായി കുക്ക് ചെയ്യുമായിരുന്നു. ചെറുപ്പത്തിലെ ഉറക്കെ വായിക്കാൻ അച്ഛൻ പറയുമായിരുന്നു. ഉച്ചാരണ ശുദ്ധിയും ഭാഷാശുദ്ധിയും തനിക്ക് കിട്ടാൻ കാരണവും അച്ഛൻ തന്നെയാണെന്നും സുജയ പറഞ്ഞു. അമ്മയില്ല എന്നോർത്ത് സങ്കടപ്പെടാതെ അച്ഛനുണ്ട് എന്നോർത്താണ് ഞാൻ ജീവിച്ചത്. ഇന്ന് അച്ഛനില്ല എന്നോർത്ത് ദുഃഖിക്കാതെ എനിക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട് എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. ഇല്ലായ്മയിലും സന്തോഷം എങ്ങനെ കണ്ടെത്താമെന്നാണ് താൻ ശ്രദ്ധിക്കുന്നത് എന്ന് സുജയ പറയുന്നു. കുറച്ചുപേരെങ്കിലും നമ്മളെക്കുറിച്ച് വായിച്ചിട്ട് ചിരിച്ചു എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ട്രോൾസ് ഒക്കെ സന്തോഷം നൽകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, ഇനി ആക്റ്റീവ് ആകണമെന്നുണ്ട്. അരുൺകുമാറുമായി നല്ല സൗഹൃദമാണ് തനിക്കെന്നും സുജയ പറയുന്നു. ഉമ്മൻചാണ്ടി തനിക്ക് വെറുമൊരു രാഷ്ട്രീയ നേതാവല്ല, ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല അന്ന് ഇമോഷണൽ ആയതെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. എന്നും ഒന്നെങ്കിൽ നെഗറ്റീവായി അല്ലെങ്കിൽ പോസിറ്റീവായി കൈയടി നേടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സുജയ പാർവതിയുടേത്. ഇപ്പോൾ ബിഗ് ടിവിയിലേക്ക് കയറിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. എന്നാലും മാസങ്ങളായെങ്കിലും ആദ്യം തന്നെ കുറച്ച് വിവാദങ്ങളാണ് ഉണ്ടായത്. ഹൈദരാബാദിലാണ് ഇപ്പോൾ സുജയ ഉള്ളത്. ബിഗ് ടിവിയുടെ ആദ്യ കുറച്ച് നാളുകൾ ഹൈദരാബാദ് തന്നെയായിരിക്കും, പിന്നീട് കേരളത്തിലേക്ക് വരത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഹൈദരാബാദിൽ തന്റെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഹൈദരാബാദിലാണ്. എന്നാലും രാവിലെ ന്യൂസിന് ജോലിക്ക് കയറുന്നതിന് മുൻപേ മക്കളുമായി വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെ വിളിച്ചുണർത്തി പോകുന്ന ഒരു അമ്മ തന്നെയാണ് സുജയ പാർവതി. തനിക്ക് തന്റെ അച്ഛൻ പറഞ്ഞുകൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത നന്മകളൊക്കെയും തന്നെ ജീവിതത്തിൽ പാലിക്കുന്ന, ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് സുജയ പാർവതി.